മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ലോകത്തു ഭീകരവാദത്തിനെതിരെ നിലപാടെടുക്കുന്ന സകല സാധാരണക്കാർക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാർലമെന്റിൽ നിന്ന് ഒരു ഉറച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾ ഇറാനിലേക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഞങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഇതൊരു രഹസ്യമായ പരസ്യമല്ലേ എന്നുകൂടി എന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനം കൂടി പാർലമെന്റിൽ നിന്ന് നടത്തി എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന്, ഈ യുദ്ധവുമായിട്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇറാന്റെ ആണവ ആയുധ പദ്ധതി തകർക്കുക എന്നുള്ളതാണ്. അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇറാന്റെ ആണവ ആയുധ പദ്ധതിയുടെ ആ പദ്ധതി വൈകിപ്പിക്കാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് സാധിക്കുമെന്നും അതേപോലെ തന്നെ ആണവ പദ്ധതിയെ സകല രീതിയിലും ഞങ്ങൾ എതിർക്കേണ്ടത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമായിട്ടും കാണുന്നു എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോ ബൈഡന് ഈ ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കുന്നതിനെതിരെയൊക്കെ വലിയ നിലപാടെടുത്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും അതൊക്കെയും മറികടന്നുകൊണ്ട് ഇസ്രായേല് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട അമാദ് ആണവ ആയുധ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ തലേഖാൻ 2 കേന്ദ്രം ഇസ്രായേലിന്റെ വ്യോമസേന തകർത്തു ധരിപ്പണമാക്കിയെന്ന പ്രഖ്യാപനമായിപ്പോ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ളത്. ആ ഒരു പ്രഖ്യാപനത്തിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേല് ഇറാനിലെ ആണവ പദ്ധതി തകർത്തതിന്റെ കൃത്യമായ പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹു നടത്തുകയും ചെയ്തു. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടെ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. Ladies and gentlemen, this war can come to an end now. All that has to happen is for Hamas to surrender, lay down its arms, and release all the hostages. But if they don't, we will fight until we achieve victory, total victory. There is no substitute for it. നിങ്ങൾ കേട്ടില്ലേ? ഇതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കാം, ഹമാസിന് കീഴടങ്ങുക, ആയുധം താഴെ വെക്കുക, ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുക എന്നിവ മാത്രമാണ് സംഭവിക്കേണ്ടത്. പക്ഷേ ഹമാസ് അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ സമ്പൂർണ്ണ വിജയം നേടുന്നത് വരെ പോരാടും. ഈ ഒരു ക്ലിപ്പ് ഇവിടെ കൊടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ ഹമാസ് അനുകൂലികൾ, അതായത് ഹമാസികൾ, കേരളത്തിലും ഉണ്ടല്ലോ ഒരുപാട് ഹമാസോളികൾ, അത്തരം ആളുകൾ ഇവിടെ നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് ഇസ്രായേൽ ഒരു യുദ്ധക്കൊതിയുള്ള രാജ്യമാണ്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഒരു യുദ്ധക്കൊതിയനാണ് എന്ന രീതിയിലാണ് ഇവിടെ ഇത്തരം ഹമാസോളികളൊക്കെ തന്നെ പ്രചരിപ്പിക്കാറുള്ളത്. നിങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കേട്ടില്ലേ? ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപന. അദ്ദേഹം കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇത് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ട്, അവരെ വിട്ടുകിട്ടുക, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഞങ്ങൾക്ക് ഈ യുദ്ധത്തിനോട് താല്പര്യമില്ല, പക്ഷേ ഞങ്ങളെ പൗരന്മാരെ ഞങ്ങൾക്ക് കിട്ടണം,
അതിനു വേണ്ടിയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് പോരാട്ടം നടത്തുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക. നമ്മുടെ കേരളത്തിലെ ഹമാസ് അനുകൂലികള് എന്തുകൊണ്ടാണ് മനുഷ്യത്വം മാത്രം പറയുന്നത്? അവർ കടികൊള്ളുന്ന സമയത്ത് അവർ നിരന്തരം പറയുന്നു, ഓ മനുഷ്യത്വം, ഹമാസും എല്ലാം മാറ്റി വെച്ചിട്ട് പാലസ്തീൻ കൊടിയും ഉയർത്തും. അവരോടൊക്കെ തന്നെ അത്തരം കൊടികൾ ഉയർത്തിയ ഇവിടെ കുറെ നടന്മാരുൾപ്പെടെയുണ്ട്. ഇപ്പൊ നമ്മുടെ സകല ആളുകളും നിരന്തരം മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ പലസ്തീനിലുള്ള ആളുകൾക്ക് മാത്ര. എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ആളുകളെ ഹമാസ് എന്ന ഭീകര സംഘടന ബന്ദികളാക്കി കൊണ്ടുപോയവരെ വിട്ടുകൊടുക്കണം? ആ ബന്ദികളായ ആളുകളെ ഇസ്രായേലി പൗരന്മാർക്കും മനുഷ്യത്വത്തിന് അർഹതയില്ലേ? സകലരും ഒന്ന് സുബോധത്തോടു കൂടി ചിന്തിച്ചു നോക്കൂ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വളരെ വ്യക്തമാണ്. ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോവാനല്ല താല്പര്യം, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാരെ വിട്ടുകിട്ടണം. അതിനു വേണ്ടി എന്തും ചെയ്യും. അതിനി ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാ അദ്ദേഹം നടത്തിയത്. അതേപോലെ തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും വലിയ രീതിയിൽ നിലവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുക. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു വക്താവ്, അതായത് ഹിസ്ബുള്ളയുടെ മാധ്യമ മേധാവിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് അഫീഫ് എന്ന് പറഞ്ഞ കൊടും ഭീകരൻ. ഈ ഭീകരനാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട് ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടാക്രമണം, അതായത് വീട്ടിലേക്കൊരു ആക്രമണം നടത്തി. അതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണെങ്കിലും നമ്മൾ അന്നേ പറഞ്ഞു, അതിന്റെ പിന്നിലുള്ള ആരാണെങ്കിലും ഇസ്രായേലി സൈന്യം തേടി പിടിച്ച് തീർത്തിരിക്കുമെന്ന്. അതേപോലെ തന്നെ ഈ വീടാക്രമണത്തിന് പദ്ധതിയിട്ട അവസാനത്തെ ആളെയും ഹിസ്ബുള്ളയുടെ മാധ്യമ മേധാവിയെ പോലും ഇസ്രായേൽ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലബനാനിലൊക്കെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലും ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ഇനിയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ബോധം വെച്ച് ആ ലബനാനിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും ഹിസ്ബുള്ള ഭീകരർക്ക് ഏറ്റവും നല്ലത് എന്ന്. അതേപോലെ നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്, സുഡാപ്പികളായിട്ടുള്ള ആളുകൾ. നമ്മൾ മറ്റൊരാളെയും എടുത്തൊന്നും തന്നെ പറയുന്നില്ല, മറ്റൊരു സാധാരണക്കാരെ നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഗൾഫ് നാടുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് സുഡാപ്പികളായിട്ടുള്ള ആളുകൾ നിരന്തരം ഇറാൻ പ്രേമമൊക്കെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം ഗൾഫിലിരുന്ന് ഇതുപോലെയൊക്കെ ഇറാൻ പ്രേമം പറയുന്നവരോടൊക്കെ ഒരു യാഥാർത്ഥ്യം അങ്ങ് മുന്നോട്ട് വെക്കാം. ഇനി അഥവാ ഇറാൻ ഒരു ആണവ ആയുധ പദ്ധതിയൊക്കെ പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇനി ഇവര് ഈ പറയുന്ന ഇറാനിലെ മത ഭരണകൂടമാണ്, മതഭ്രാന്തന്മാരുടെ ഭരണകൂടം. ഈ ഇറാനിലെ മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കും. കാരണം വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം. സൗദി അറേബ്യ, UAE ഒക്കെ ഇസ്രായേലിനോട് വലിയ രീതിയിലുള്ള സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോവാൻ ആഗ്രഹമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോ ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങളെ എതിർക്കുന്നോ എന്നൊക്കെ കരുതിയിട്ട് ഇതേപോലെ എന്തെങ്കിലും വലിയൊരു ആക്രമണം ഇറാൻ ഗൾഫിലേക്ക് നടത്താതിരിക്കുമെന്നൊന്നും ആരും കരുതണ്ട. ഇസ്രായേലിലേക്ക് ഇറാൻ എന്താക്രമണം നടത്തിയാലും അത് പ്രതിരോധിക്കാനുള്ള സകല സംവിധാനങ്ങളും ഇസ്രായേലിലുണ്ട്. അതേസമയം സൗദിയിലേക്കും UAE-യിലേക്കൊക്കെ ഈ ഇറാൻ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ ഇന്ന് ഇറാൻ പ്രേമം ഗൾഫിൽ നിന്ന് കാണിക്കുന്ന സകല ആളുകളുടെയും വീട്ടുകാർക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് നിലവിളിക്കാനുള്ള ഒരു ഗതികെട്ട അവസ്ഥ ഉണ്ടാവുമെന്നുള്ളതൊക്കെ സകല ഗൾഫിലെ സുഡാപ്പികളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. ഇറാന്റെ മതഭരണകൂടം, മതഭ്രാന്തന്മാരുടെ ഭരണകൂടം തകർന്ന് തരിപ്പണമാവേണ്ടത് സുബോധമുള്ള സകല ആളുകളുടെയും അത്യാവശ്യമാണ് എന്നുള്ളത് സകല ആളുകളും സുബോധത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ.